കുടുംബത്തിലൊരു കല്യാണം വന്ന ഞാനാണ് ഏറ്റവും ഹാപ്പി ആവുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഈ സദ്യ വ്ളോഗ് ഷൂട്ട് ചെയ്യാം, അത് മാത്രമല്ല നല്ല ഗ്രാൻഡ് അടിപൊളി ഒരു സദ്യ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ വെൽക്കം ഡ്രിങ്കിൽ നിന്ന് തന്നെ നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നേരെ നമ്മൾ കഴിക്കാൻ കയറി കേട്ടോ. 1:30 ആയപ്പോഴാണ് കഴിക്കാൻ കയറിയത്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല വിശപ്പിന് പറ്റിയ അടിപൊളി സദ്യ. അങ്ങനെ കോണ്ടൂരിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതരം മധുര പലഹാരമല്ല, ഒരു മധുരക്കറിയാണ് കേട്ടോ അത്. അപ്പോൾ അച്ചാറുകൾ, പച്ചടി, കിച്ചടി, ആ മധുരക്കറി, ചമ്മന്തി, സ്റ്റൂവ്, സോയാബീന്, തോരന്, നെല്ലിക്ക അച്ചാറ്, അതുപോലെ തന്നെ കൂട്ടുകറി, ഓലന്, അവിയൽ, അങ്ങനെ എല്ലാ കറികളും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പപ്പടവും. ആദ്യം തന്നെ നമുക്ക് വട കിട്ടി. വടയുടെ കൂട്ടത്തിൽ ഈ ചമ്മന്തി കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ചമ്മന്തി പുളി ഇട്ടതാണ്, അതപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ അത് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ളതായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഉണ്ണിയപ്പവും കിട്ടി. ഉണ്ണിയപ്പവും വടയും ജ്യൂസും ഒക്കെ കൂടെ ആയപ്പോഴത്തേക്കും വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് വേസ്റ്റ് ചെയ്യാതെ ഫുഡ് കഴിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഒരു 25 വയസ്സിന് മുന്നേ ഒക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഫുള്ളായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നത് എന്തോ ഒരു കുറച്ചിലാണെന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ ബാക്കി വെക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം, ഭക്ഷണം കിട്ടാതെ ഇഷ്ടംപോലെ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ മുന്നിൽ വരുന്ന ഭക്ഷണം നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കുക, ആവശ്യമുള്ളത്രയും കഴിക്കുക. അതിൻ്റെ അകത്ത് കുറച്ചിലും കാര്യങ്ങളും ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഇല എപ്പോഴും ക്ലീൻ ആയിരിക്കും. നേരത്തെ സദ്യയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇവിടെയൊക്കെ സാധാരണ ഉള്ള ഓർഡർ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അതായത് പായസം ഏറ്റവും അവസാനമാണ് വന്നത്. പഴം പായസം, പാൽപ്പായസം, അതുപോലെ തന്നെ അടപ്രഥമൻ ഉണ്ടായിരുന്നു. ഞാൻ പഴം പായസം കഴിച്ചില്ല, ബാക്കി എല്ലാം കഴിച്ചു.